ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പാവയ്ക്ക തീയിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഒരു പകുതി പാവയ്ക്ക അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഉപ്പും മഞ്ഞളും ഉള്ള വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട്. അതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ വാഷ് ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാൻ ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്തിട്ട് നമുക്കിതുപോലെ ഇളക്കി കൊടുത്ത് വറുത്തെടുക്കാം. തീ എപ്പോഴും കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണേ. ഇപ്പം നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ പകുതി ഇവിടെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അതിലേക്ക് 2-3 ചെറിയ ഉള്ളി, 2-3 ഇതൾ കറിവേപ്പില, അതുപോലെ ഒരു പിഞ്ച് പെരിഞ്ജീരകം കൂടി ചേർത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. പെരിഞ്ജീരകം ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ കളറൊക്കെ കുറച്ചിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്നോടും വരെ നമുക്ക് ചെറിയ തീയിലിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ ഒക്കെ ഇവിടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമ്മുടെ പൊടിയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ പാവയ്ക്കൊക്കെ ഞാൻ കട്ടി കുറച്ചിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പകുതി സവോള, എരിവിനാവശ്യമായ പച്ചമുളക്, കറിവേപ്പില. ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചിട്ട് ചെറുതാക്കി കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തുണ്ട് കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ അതിലേക്ക് 2-3 ഉണക്ക മുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ പാവയ്ക്കയും സവോളയൊക്കെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് വെള്ളം ഒഴിക്കാതെ വേണം നമുക്കിത് വേവിച്ചെടുക്കാം. നമ്മുടെ പാവയ്ക്കൊക്കെ ആ എണ്ണയ്ക്കകത്തും പിന്നെ അതിനകത്തുള്ള ആ വെള്ളത്തിലും വേണം ഇത് വെന്ത് വരാൻ വേണ്ടി കേട്ടോ. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഈ സമയത്ത് തേങ്ങയുടെ ചൂടൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം, വെള്ളം ചേർക്കാതെ. അപ്പോൾ ഇവിടെ നമ്മുടെ പാവയ്ക്കെല്ലാം വെന്ത് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുടെ കൂട്ടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കണം. പച്ചവെള്ളം ചേർക്കരുത്, തിളച്ച വെള്ളം തന്നെ ചേർക്കണം. ഇനി നമുക്കൊന്നുകൂടി ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ഉണ്ടല്ലോ ഒരു ചെറിയ കഷ്ണം പുളി അതും കൂടെ പിഴിഞ്ഞത് ഒഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെല്ലവും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുന്നത് ആ പുളിയും ഉപ്പുമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ഇളക്കി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. തീയെല്ലാം ഓഫ് ആക്കിയിട്ടുണ്ട്. നല്ല കുറുകിയ ചാറോടുകൂടി നമ്മുടെ കറി കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പാവയ്ക്ക് കിട്ടുമ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.